നമസ്കാരം. യക്ഷി, പ്രേതം എന്നീ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നൊരു പാട്ടുണ്ട്. നിഴലായി ഒഴുകിവരും ഞാൻ യാമങ്ങൾ തോറും കൊതി തീരുവോളം ഈ നീലരാവിൽ എന്ന് തുടങ്ങുന്ന പാട്ട്. തലമുറകളായി ആഘോഷിക്കപ്പെടുന്ന ഒരു കിടിലൻ യക്ഷിപ്പാട്ടാണ് ഇത് എന്നും പറയാം. 1979 റിലീസായ കള്ളിയങ്കാട്ട് നീലിക്ക് വേണ്ടി ബിച്ചു തിരുമലയാണ് ഈ പാട്ട് എഴുതിയത്. സംഗീത സംവിധാനം നിർവഹിച്ചതാകട്ടെ ശ്യാമും. നീലിയായി പ്രവീണ ഭാഗ്യരാജ് അഭിനയിച്ചപ്പോൾ എസ് ജാനകിയായിരുന്നു കോപവും പ്രതികാരവും നിസ്സഹായതയും വേദനയും കലർന്ന നിഴലായി ഒഴുകിവരും എന്ന പാട്ട് പാടിയത്. പിന്നീട് പല സിനിമകളിലും ഈ പാട്ടിന്റെ ബിറ്റ് ഒരു ഹൊറർ ഫീലിനു വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മലയാള സിനിമയിലെ ആദ്യത്തെ ഹൊറർ ചിത്രമായി അറിയപ്പെടുന്നത് 1964 വിൻസെന്റ് സംവിധാനം ചെയ്ത് മധുവും പ്രേം നസീറും വിജയ് നിർമ്മലയും മുഖ്യവേഷത്തിലെത്തിയ ഭാർഗവി നിലയമാണ്. തന്റെ തന്നെ ചെറുകഥയായ നീലവെളിച്ചത്തിന്റെ കഥ വികസിപ്പിച്ച് വൈക്കം മുഹമ്മദ് ബഷീർ ആദ്യമായി എഴുതിയ തിരക്കഥയായിരുന്നു ഭാർഗവി നിലയം. എ വിൻസെന്റ് ആയിരുന്നു സംവിധായകൻ. പി ഭാസ്കരൻ എഴുതി ബാബുരാജ് ഈണമിട്ട പൊട്ടിത്തകർന്ന കിനാവ് കൊണ്ടൊരു പട്ടുനൂലൂഞ്ഞാല് കെട്ടി ഞാൻ എന്ന് തുടങ്ങുന്ന ഗാനമാണ് മലയാളത്തിലെ ആദ്യത്തെ യക്ഷിപ്പാട്ട് എന്നും വിലയിരുത്തുന്നുണ്ട്. എസ് ജാനകിയാണ് ഈ പാട്ട് പാടിയത്. പ്രേം നസീർ, ഷീല എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് 1967 മലയാളത്തിൽ റിലീസായ ഒരു ചിത്രമാണ് പാതിരാപ്പാട്ട്. പി ഭാസ്കരൻ എഴുതിയ ഗാനങ്ങൾക്ക് വിജയഭാസ്കർ ആണ് സംഗീതം നൽകിയത്. നിഴലായി നിന്റെ പിറകെ പ്രതികാര ദുർഗ ഞാൻ വരുന്നു എന്നതാണ് ഈ സിനിമയിലെ യക്ഷിപ്പാട്ട്. ഈ പാട്ട് പാടിയതും എസ് ജാനകിയാണത്രേ. മലയാറ്റൂർ രാമകൃഷ്ണൻ എഴുതിയ നോവലായ യക്ഷി സിനിമയായപ്പോൾ തിരക്കഥയും സംഭാഷണവും എഴുതിയത് തോപ്പിൽ ഭാസിയായിരുന്നു. കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത ചിത്രത്തിലെ സംഗീത വിഭാഗം കൈകാര്യം ചെയ്തത് വയലാറും ദേവരാജനും ചേർന്നാണ്. മലയാളത്തിലെ ആദ്യത്തെ സൈക്കോളജിക്കൽ ത്രില്ലർ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന യക്ഷിയിൽ ശാരദയ്ക്ക് വേണ്ടി ഒരു ഉഗ്രൻ യക്ഷിപ്പാട്ടാണ് എസ് ജാനകി പാടിയത്. ചന്ദ്രോദയത്തിലെ ചന്ദനമഴയിലെ സന്ധ്യാമേഘമായി വന്നു ഞാൻ എന്ന് തുടങ്ങുന്നതായിരുന്നു ആ പാട്ട്. 1970 റിലീസായ നിശാഗന്ധി എന്ന സിനിമയിൽ എസ് ജാനകി 4 പാട്ടുകളാണ് പാടിയത്. ONV കുറുപ്പിന്റെ വരികൾക്ക് ജി ദേവരാജനായിരുന്നു സംഗീതം നൽകിയത്. ആകാശവും ഭൂമിയും തമ്മിലുള്ളൊരു അഗാധ പ്രണയത്തെ വർണ്ണിച്ചുകൊണ്ട് ONV എഴുതിയ മനോഹരമായൊരു യക്ഷിഗാനം ഈ സിനിമയിൽ ജാനകി പാടി. നീലവാനമേ നീലവാനമേ നീ ആരെ താഴെ തിരഞ്ഞു വന്നു എന്ന് തുടങ്ങുന്ന ഈ പാട്ടിന്റെ ഒരു ഹാപ്പി വേർഷനും സിനിമയിലുണ്ട്. 1971 റിലീസായ സിനിമയാണ് CID നസീർ. അഭിനയിക്കുന്ന നടന്റെ പേര് തന്നെ കഥാപാത്രത്തിനൊപ്പം സിനിമാ പേരായി വന്ന മലയാളത്തിലെ ആദ്യത്തെ ചലച്ചിത്രമായിരിക്കണം CID നസീർ. MK അർജുനന്റെ സംഗീതത്തിൽ ജയചന്ദ്രൻ പാടിയ നിൻ മണിയറയിലെ എന്ന പാട്ടും ബ്രഹ്മാനന്ദൻ പാടിയ നീല നിശീദിനി എന്ന പാട്ടും ഈ സിനിമയിലേതാണ്. ഇതിൽ എസ് ജാനകി പാടിയൊരു അശരീരി ഗാനമുണ്ട്. പ്രണയ സരോവരമേ അലതല്ലിയുയരും ആനന്ദ തീർത്ഥത്തിൽ അലിയുവാൻ ദാഹിക്കും ഗംഗാനദി എന്ന് തുടങ്ങുന്ന ഈ ഗാനമടക്കം ഇതിലെ ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പിയാണ്. നടി ഷീല ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് 1976 പുറത്തിറങ്ങിയ യക്ഷഗാനം. ഷീല തന്നെ നായികയായ ചിത്രത്തിൽ മധുവായിരുന്നു നായകൻ. ഈ സിനിമയിൽ 2 യക്ഷിപ്പാട്ടുകളാണ് എസ് ജാനകി പാടിയത്. വയലാറിന്റെ വരികൾക്ക് MS വിശ്വനാഥനാണ് സംഗീതം നൽകിയത്. പോകാം നമുക്ക് പോകാം, ഏകാന്തതയുടെ ഗോമേതക മണിഗോപുരം തേടി പോകാം എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഒന്ന്. നിശീദിനി നിശീദിനി ഞാനൊരു രാപ്പാടി എന്ന് തുടങ്ങുന്ന ഗാനമാണ് മറ്റൊന്ന്. ഇതേ ചിത്രം 1000 ജന്മങ്ങൾ എന്ന പേരിൽ 1978 ഷീല തന്നെ തമിഴിലേക്ക് റീമേക്ക് ചെയ്തപ്പോൾ MS വിശ്വനാഥൻ ആ ചിത്രത്തിനു വേണ്ടി പുതിയ പാട്ടുകളാണ് ചെയ്തത്. എങ്കിലും നിശീദിനിയുടെ ഈണം തമിഴിൽ അങ്ങനെ തന്നെ നിലനിർത്തി. പാടിയത് എസ് ജാനകി തന്നെ. വെൺമേഘമേ വെൺമേഘമേ കേളടിയൻ കഥ എന്നായിരുന്നു ആ പാട്ട്. ക്രോസ് ബെൽറ്റ് മണി സംവിധാനം ചെയ്ത് 1975 റിലീസായ സിനിമയാണ് കുട്ടിച്ചാത്തൻ. ഈ സിനിമയിൽ വയലാർ എഴുതി RK ശേഖർ സംഗീതം നൽകിയ ഒരു യക്ഷിപ്പാട്ടുണ്ട്. കാവേരി കാവേരി കരിമ്പിൻ കാട്ടിലൂടെ കടങ്കഥ പാട്ടിലൂടെ കവിത പോലൊഴുകും കാവേരി എന്ന് തുടങ്ങുന്ന ഈ ഗാനം പാടിയതും എസ് ജാനകി തന്നെ. N ശങ്കരൻ നായരുടെ സംവിധാനത്തിൽ 1978 റിലീസായ ചിത്രമാണ് ഈ ഗാനം മറക്കുമോ. ദേവശ്രീ റോയ് അഭിനയിച്ച ഒരേയൊരു മലയാള സിനിമ കൂടിയാണിത്. സലിൽ ചൗധരി സംഗീതം നൽകിയ സൂപ്പർ ഹിറ്റ് പാട്ടുകളിൽ ഒരു പാട്ട് നല്ലൊരു യക്ഷിപ്പാട്ടാണ്. ഈ കൈകളിൽ വീണാടുവാൻ സ്വപ്നം പോലെ ഞാൻ വന്നു എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ രചന നിർവഹിച്ചത് ONV കുറുപ്പാണ്. എസ് ജാനകിയുടെ ആലാപനവും കൂടിയായപ്പോൾ നല്ലൊരു യക്ഷിപ്പാട്ട് തന്നെയാണ് നമുക്ക് ലഭിച്ചത്. സത്യനന്ദിക്കാട് എഴുതി AT ഉമർ സംഗീതം കൊടുത്ത അഗ്നിവ്യൂഹത്തിലെ യക്ഷിപ്പാട്ട് ഇങ്ങനെയാണ് തുടങ്ങുന്നത്. യാമിനി എന്റെ സ്വപ്നങ്ങൾ വാരിപ്പുണർന്നു മൂകമാം കാലത്തിൻ പൊൻകരങ്ങൾ. എസ് ജാനകിയാണ് ഇതിലും ഗായിക. ഇങ്ങനെ മലയാള സിനിമയിൽ നിരവധി യക്ഷിപ്പാട്ടുകളാണ് ഉണ്ടായിട്ടുള്ളതെങ്കിലും അതിൽ കൂടുതലും എസ് ജാനകിയുടെ ശബ്ദത്തിലാണ് നമ്മൾ കേട്ടത്. ആലാപനത്തിലെ ഭംഗിക്കപ്പുറം യക്ഷിയുടെ നിഗൂഢതയും ഭയപ്പെടുത്തലും എസ് ജാനകിയുടെ ശബ്ദത്തിലെവിടെയോ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു.